ഹലോ, ഇന്ന് നമ്മുടെ എംഫോടെക്കിലെ ജിയോ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വലിയൊരു അക്വേറിയമാണ്. കുറേ നാളായിട്ട് എൻ്റെ മോൻ എന്നോട് പറയുന്നുണ്ട്, അമ്മേ നമുക്ക് ഇങ്ങോട്ട് പോയാലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് നല്ല മീനുകളെ കണ്ടിട്ടോ. അച്ഛനും മോനും മീനിൻ്റെ പ്രാന്തുള്ള ആൾക്കാരാണ്, കഴിക്കാനും അതെ വളർത്താനും അതെ. അങ്ങനെ ഞങ്ങൾ ഓരോന്നിങ്ങനെ നടന്ന് കാണുകയാണ്. നല്ല ഭംഗിയുള്ള വലിയ വലിയ മീനുകൾ. ഇതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഒരു സ്പാ പോലത്തെ ഫിഷ് സ്പാ പോലത്തെ ഒരു സംഭവം കണ്ട്. അങ്ങനെ അതിൽ കാലൊക്കെ ഇട്ട് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ മീനൊക്കെ കണ്ട് അങ്ങനെ ഓരോന്ന് നടന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനായിട്ട്. നമ്മുടെ ജിയോ മച്ചാൻ കാണിച്ചപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് മീനുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. 2-3 വർഷമായിട്ടാണ് ആ വീഡിയോ ഇട്ടിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാതും നടന്ന് കണ്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഫിഷിന് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് മീനിന് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് വീക്ക്നെസ് ആയിട്ടുള്ള കടൽ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തിയപ്പോൾ എനിക്ക് സ്വർഗരാജ്യം കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു. കാരണം ഇതേപോലെ ഒരു വ്യൂവിൽ ഞാൻ ഇതേവരെ ഒരു കടൽ കണ്ടിട്ടില്ല. ഒരുപാട് കടൽ കാണാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ഫീലിംഗ് ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അഡിക്റ്റാണ് കടൽ കാണാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആര് വിളിച്ചാലും ഞാൻ കൂടെ പോകും. അങ്ങനത്തെ ഒരു പ്രാന്താണ് എനിക്ക് കടൽ കാണാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടെ കടൽ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ദൂരം ഉണ്ടാവും. അപ്പോൾ ഏട്ടൻ പറഞ്ഞ തൊട്ടടുത്താണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മാങ്ങയും നെല്ലിക്കൊക്കെ ഉപ്പിലിട്ടത് വാങ്ങിയിട്ട് നേരെ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും കടലെത്തി. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കാൻ, എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വരാനേ തോന്നില്ല. എന്താ ചെയ്യുക, നല്ല മഴക്കാറ് കുത്തിപ്പിടിച്ച് വരുന്നുണ്ട്. മക്കളെ കൂടെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുടയെങ്കിലും എടുക്കണ്ടേ ഞാൻ. അതൊന്നും തലയിൽ ബോധം ഉണ്ടായിരുന്നില്ല. പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ചാടി എണീച്ച് പോകുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് മഴ ചെയ്താൽ നിന്ന് കൊള്ളേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നു. ഇനി അവിടെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളത്തിലാവുമെന്നറിയാം. അങ്ങനെ വേഗം അവിടെ നിന്ന് പോകുന്നു. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ.